പശ്ചിമ ബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ ആദ്യ വോട്ടെടുപ്പിൽ ക്രമക്കേടുണ്ടായതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ദേബാംഗു ഷു പാണ്ഡെയ്ക്ക് വൻ മുന്നേറ്റം എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് പശ്ചിമ ബംഗാളിൽ ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് രണ്ടാം തവണയും ഒരു റീപോളിംഗ് നടത്തിയിരുന്നു. ആ റീപോളിംഗിലും ബി.ജെ.പിയുടെ വോട്ടിംഗ് മെഷീനിൽ ബി.ജെ.പിയുടെ ചിഹ്നം വരുന്ന ആ ഭാഗങ്ങളിൽ ടേപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ പശകൾ ഉപയോഗിച്ചുകൊണ്ടും പേപ്പർ കട്ടിംഗ് ഒക്കെ വെച്ചുകൊണ്ട് മറച്ചിട്ടായിരുന്നു ഒരു ക്രമക്കേട് അവിടെ നടത്തിയത്. ഇത് അന്വേഷണത്തിൽ വ്യക്തമായി. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ഒരു റീപോളിംഗ് നടത്താനായിട്ട് ഒരു നിർദ്ദേശം നൽകിയത്. അങ്ങനെ ഇപ്പോൾ 2-3 ദിവസത്തിന് മുമ്പെയാണ് റീപോളിംഗ് അവിടെ കഴിഞ്ഞത്. ഇന്ന് അതിന്റെ വോട്ടെണ്ണൽ ആണ്. അതിലാണ് ബി.ജെ.പി. ഇപ്പോൾ അവിടെ വൻ ലീഡ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ റീപോളിംഗിന്റെ വോട്ടെണ്ണൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഏപ്രിൽ 29-ന് നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ചതായും ക്രമക്കേടുകൾ നടത്തിയതായും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് 285 ബൂത്തുകളിലും പുതിയ പോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. മെയ് 21-ന് നടന്ന റീപോളിംഗിൽ 87% വോട്ടർമാർ പങ്കെടുത്തു. വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടും മത്സരം രാഷ്ട്രീയ പ്രാധാന്യം അറിയിച്ചിരുന്നു. 2021-ലെ തെരഞ്ഞെടുപ്പിൽ ടി.എം.സി.യാണ് ഫാൽട്ട നിയമസഭാ സീറ്റ് നേടിയത്. പാർട്ടി സ്ഥാനാർത്ഥി ശങ്കർ കുമാർ നാസ്കർ ബി.ജെ.പിയെ 40,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയുണ്ടായി. ഇത്തവണ മണ്ഡലത്തിൽ 78% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 87.2%. വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ ബി.ജെ.പിയുടെ ദേബാംഗു പാണ്ഡെ വൻ ലീഡ് തുടരുന്ന ഒരു കാഴ്ചയാണെന്ന് കണ്ടത്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഫാൽട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ദേബാംഗു പാണ്ഡെ 20,000-ൽ-അധികം വോട്ടുകൾ നേടി തന്റെ ലീഡ് വർദ്ധിപ്പിച്ചു. സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥിയായ ശംഭുനാഥ് കുർമി 3,320 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥി അബ്ദുൾ റസാഖ് മുല്ല 709 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തുമാണ്. ടി.എം.സിയുടെ ജഹാംഗീർ ഖാൻ 481 വോട്ടുകളുമായി പിന്നിലാണ്. ഫാൽട്ട വിജയത്തോടെ ബി.ജെ.പിയുടെ സീറ്റ് എണ്ണം 207-ലെത്തും. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ പാർട്ടി ആദ്യം 207 സീറ്റുകൾ നേടിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നന്ദിഗ്രാമിൽ നിന്നും ഭവാനിപൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം നന്ദിഗ്രാം സീറ്റ് ഒഴിഞ്ഞു. പാർട്ടിയുടെ എണ്ണം 1 കുറഞ്ഞു. അതായത് സീറ്റിന്റെ എണ്ണം 1 കുറഞ്ഞു. ഇതിലൊരു പ്രധാന ചോദ്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് അവസാന നിമിഷം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ജഹാംഗീർ ഖാൻ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് എന്ന ചോദ്യമാണ് പശ്ചിമ ബംഗാളിൽ അടക്കം ഉയർന്നു വന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം 8 നിലയിൽ പൊട്ടുമെന്ന കാര്യം ജഹാംഗീറിന് ഉറപ്പായി. ജഹാംഗീർ ഖാൻ പശ്ചിമ ബംഗാളിനെ വിറപ്പിക്കുന്ന ഒരു ഗുണ്ടയായിരുന്നു. സുവേന്ദു അധികാരിയൊക്കെ എത്തിയതോടുകൂടി ആ ജഹാംഗീർ ഖാന്റെ പത്തി സുവേന്ദു അധികാരി അടിച്ചു താഴ്ത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് 8 നിലയിൽ പൊട്ടി നാണം കെടുന്നതിനെക്കാട്ടി നല്ലത് മത്സരത്തിൽ നിന്നും പിന്മാറുന്നതാണ് എന്ന് ജഹാംഗീർ ഖാന് തോന്നി. കൂടാതെ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം റീപോളിംഗ് പ്രചാരണ വേളയിൽ മമതാ ബാനർജിയോ മമതയുടെ മരുമകനായ അഭിഷേക് ബാനർജിയോ ഫാൽട്ടയിൽ ഒരു റാലി പോലും നടത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന സീറ്റായിട്ടും അഭിഷേക് ബാനർജി പ്രചാരണത്തിന് എത്താതിരുന്നത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. ജഹാംഗീർ ഖാൻ അഭിഷേക് ബാനർജിയുടെ അടുത്ത സഹായിയാണ്. അഭിഷേകിന്റെ രാഷ്ട്രീയ മണ്ണിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി വീണ്ടും ഒരു പരാജയമുണ്ടായാൽ അത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും ഭയത്താൽ പാർട്ടി തന്നെ ജഹാംഗീറിനെ നിശബ്ദമായി പിന്തിരിപ്പിച്ചതാകാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ബി.ജെ.പി. ജയിച്ചാൽ പോലും തങ്ങൾ മത്സരരംഗത്ത് ഇല്ലാത്തതിനാൽ സാങ്കേതികമായി പരാജയപ്പെട്ടിട്ടില്ല എന്ന് വാദിക്കാനാണ് ടി.എം.സിയുടെ നീക്കം. ഒരു പരീക്ഷ എഴുതാതെ മാറി നിന്ന് താൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന് അവകാശപ്പെടുന്നതിന് തുല്യമാണ് തൃണമൂൽ കോൺഗ്രസ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജഹാംഗീർ ഖാനെ പിൻവലിച്ചതിലൂടെ വ്യക്തമാക്കുന്നത്.